Hi. Morning. Morning. Morning, sir. Morning. പറയായിരുന്നു എന്താണ് ഫീൽ? എല്ലാവരും ഒന്ന് വീഡിയോ മൂട്ടിൽ വരാമോ? വീഡിയോ ഓൺ ചെയ്യാമോ? ഹായ് മാം. ഹായ് സർ. Thank you. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? Very good. Very useful. Yeah, Relief of every diseases or every stress. The calm and quiet mind you will have. Thank you. We appreciate. Thank you very much. Okay, good. Okay, ലാസ്റ്റ് ഒരു 3 months ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതില്? Okay, is that good? More than 3 years. More than 3 years. Oh, great. Okay. Means by the ma'am good. Okay. Oh, Ayub sir. Okay, sir. Good. സോ എന്താണ് ലാസ്റ്റ് ഒരു 3 മാസമായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ ചെയ്തിട്ട് എന്താണ് റിസൾട്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിട്ട് ഷെയർ ചെയ്യാമോ? ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അതൊരു പ്രചോദനമാവും. ഒരുപാട് ആൾക്കാർ കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അവർക്കും അത് മെഡിറ്റേഷൻ ചെയ്യാനും അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും ഉള്ള അത് ഹെൽപ്പ് ചെയ്യും അവരെ. സോ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ? കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ? ആർക്കും ഒന്ന് പറയാൻ പറ്റുക അൺമ്യൂട്ട് ചെയ്തിട്ട്? ഉന്മേഷം രാവിലെ എത്ര വെയ്യാൻ പോലും മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഉന്മേഷം തോന്നും, സമാധാനം, സംതൃപ്തി, ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് മഴ രാവിലെ ഇരിക്കുമ്പോൾ നമസ്കാരം കഴിഞ്ഞാല് നല്ലൊരു ഹാപ്പിനെസ് കിട്ടും. സുബൈദ മാം ഒന്നുകൂടി ക്ലാരിറ്റിയോടുകൂടി പറയൂ, ജസ്റ്റ് എനിക്ക് വോയിസ് ക്ലിയർ ആയിട്ടില്ല. എന്തായിരുന്നു മാം? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഞാൻ എയർപോർട്ട് വെച്ചു. നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ട്. രാവിലെ എന്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും മെഡിറ്റേഷൻ കഴിഞ്ഞാൽ സമാധാനത്തോടെ ഒരു ഉന്മേഷം, ശരീരത്തിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും ഒരു ഉന്മേഷം തോന്നുന്നുണ്ട്. അല്ലേ? ജീവിതത്തിലേക്ക് അത് എത്ര വയ്യെങ്കിലും നീക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു ഉന്മേഷം കിട്ടുന്നുണ്ട് മെഡിറ്റേഷനിലൂടെ. മാം എത്ര കാലം മെഡിറ്റേഷൻ ചെയ്യുന്നത്? ഞാനിപ്പോ 4 മാസമായി. 4 മാസമായി. അടിപൊളി. സർ, ഐ ആം അനിത. ഞാൻ അനിത പാലക്കാട് നിന്നാണ്. എനിക്ക് സൗണ്ട് ഇത്തിരി കമ്മിയാണ്. ഞാൻ EFT തന്നെ 1.5 വർഷത്തോളമായി മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ടോ? പിന്നെ സഹജ സമാജ മെഡിറ്റേഷൻ, ബ്രഹ്മകുമാരി മെഡിറ്റേഷൻ, ആർട്ട് ഓഫ് ലിവിംഗ് മെഡിറ്റേഷൻ, അങ്ങനെ എല്ലാ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് EFT മെഡിറ്റേഷൻ. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു പ്രോസ്പിരിറ്റി, മൈൻഡ് ഫുൾ ഓഫ് കാം ആവും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, മുന്നോട്ടിറങ്ങി ചെയ്യാനുള്ള ഒരു ധൈര്യം എല്ലാം ഈ മെഡിറ്റേഷനിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള വാക്ക് തന്നെ ഇന്ന് കിട്ടിയതാണ്. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം.
ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നു. കുറച്ച് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ. ഓക്കെ, സോ ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്ന് വരുന്നത് മെഡിറ്റേഷൻ ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് മെഡിറ്റേഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ശരിക്കും എന്താണ് മെഡിറ്റേഷൻ? നിങ്ങൾ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇതിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താണ് മെഡിറ്റേഷൻ? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? മൈൻഡ് കാംനെസ്. മൈൻഡ് കാമാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ചിന്തയുണ്ടാവില്ലല്ലോ. ആദ്യമൊക്കെ ചിന്തയുണ്ടാവും, പിന്നെ അങ്ങനെ കാമായിരിക്കും. കാമായിരിക്കും. മാമിന്റെ മൈൻഡ് ഇപ്പം കാമാണോ? ഓക്കെ, കാമാണ്. ഓക്കെ, ഗുഡ്. സോ നമുക്ക് പറയാൻ പറ്റും നമ്മൾ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് ഇരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നമ്മുടെ രണ്ട് ഹെൽത്ത് വരുന്നുണ്ട് മെയിൻലി, മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും. നമ്മൾ നോർമലി ആൾക്കാർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫുഡ് കഴിക്കും, നമ്മൾ ആവശ്യമില്ലാത്ത ഫുഡൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും, നമ്മൾ നടക്കും, അങ്ങനത്തെ ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനോ പല ആൾക്കാരും എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വരുന്ന കുറച്ച് ആൾക്കാരിലും പലരും ചെയ്യാത്തൊരു കാര്യമാണ്. അവർ ഫിസിക്കൽ ഹെൽത്ത് അവർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അവർക്ക് ലൈക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് മനസ്സിലാകും, അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം, ഒരു 3 മാസം 4 മാസം വർക്ക്ഔട്ട് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുമ്പോൾ നോർമലി ആൾക്കാർ കാണുമ്പോൾ നമുക്ക് നല്ല കോംപ്ലിമെന്ററി തരാൻ തുടങ്ങും. നിങ്ങളുടെ ബോഡി നല്ല ചേഞ്ച് ആയല്ലോ, നല്ല ഫിറ്റ് ആയല്ലോ, അല്ലെങ്കിൽ തടി ഉള്ള ഒരാളാണെങ്കിൽ തടി കുറഞ്ഞല്ലോ. ഇഷ്യൂസ് ഇൻ വീഡിയോ, എന്റെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ക്വാളിറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വോയിസ് ക്ലിയർ ആണോ? എന്റെ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ ജിമ്മ് കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരികയും അത് നമ്മൾ മറ്റുള്ളവർ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഒരു 3 മാസം 4 മാസം കണ്ടിന്യൂസ്ലി ജിമ്മിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ ഒരു വർക്ക്ഔട്ട് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. സോ അത് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ബോഡി ഒന്ന് ഫിറ്റ് ആയല്ലോ, അല്ലെങ്കിൽ തടിയുള്ള ആളാണെങ്കിൽ തടി ഒന്ന് കുറഞ്ഞല്ലോ, മെലിഞ്ഞ ആളാണെങ്കിൽ തടി വെച്ചല്ലോ, ബോഡിയൊക്കെ ഒന്ന് അടിപൊളി ആയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ചെയ്യാനുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് കിട്ടും. ബട്ട് നമ്മുടെ ഈ ഒരു മെന്റൽ ഹെൽത്ത് ട്രെയിനിങ്ങിന്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. നമ്മളത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മെന്റലി നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, മെന്റലി നമ്മൾ സ്ട്രോങ് ആവുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് വരില്ല. ചിലപ്പോൾ നമുക്ക് പോലും അത് ഗ്രാജുവലി നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലാതെ ഒരു ഇത്ര പോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ പലരും മെന്റൽ ഹെൽത്തിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ഫിസിക്കൽ ഹെൽത്തിനാണ്. ഫിസിക്കൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കേണ്ട എന്നല്ല, ബട്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഒരു സയന്റിഫിക്കലി നമുക്ക് പറയാൻ പറ്റും, ഒരു 90% നമുക്ക് വരുന്ന ഇഷ്യൂസും അല്ലെങ്കിൽ നമുക്ക് വരുന്ന രോഗങ്ങളും മെന്റൽ ഹെൽത്ത് കാരണമാണ്. നമ്മൾ ചിന്തിക്കുന്നത് വഴി അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വഴി നമുക്ക് ഉണ്ടാവുന്നതാണ്. സോ അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മെന്റൽ ഹെൽത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാനും എല്ലാ കാര്യത്തിനോടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് ചെയ്യാനും നമുക്ക് പറ്റും. നമ്മുടെ ലൈഫിലും അത് നല്ല രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ആണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ നേരത്തെ മാം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഓൾറെഡി 3 മാസം 8 മാസം 2 years ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് അറിയാം അത് ചെയ്തത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും.
നിങ്ങൾ പണ്ട് ചിലപ്പോൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ബട്ട് നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സ് നമ്മളിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാനും, നമുക്ക് ഏതൊരു സിറ്റുവേഷനും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും, പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യാനും, പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൈൻഡ്ഫുൾനെസ് നമ്മളത് ട്രെയിൻ ചെയ്യാണ് ഡെയിലി. നമ്മളെ ഒരു എണീച്ചിട്ട് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കുകയാണ് അല്ലെ. അത് കണ്ടിന്യൂസ്ലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത റിസൾട്ട് നിങ്ങളിൽ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങളിപ്പോൾ മെന്റലി സ്ട്രോങ് ആണ്, അല്ലെ മെന്റലി നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്, നിങ്ങളുടെ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞിട്ട് നിങ്ങൾ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുന്ന സമയത്തായിരിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇതിലുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാജുവലി അത് ചെയ്ത് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ പെട്ടെന്ന് നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബ്രെയിൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊരു ഹാബിറ്റ് ആണെങ്കിലും ഒരു നല്ലൊരു ഹാബിറ്റ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ബട്ട് നമുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി നമ്മൾ സ്ട്രോങ് ആവും എന്നുള്ള രീതിയിലുള്ള ഒരു ഹാബിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റ് 1 വീക്ക് ഒക്കെ നമുക്ക് ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കും, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അതിനോട് ചെയ്യാനും. അത് ഡെയിലി മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യാനും അല്ലെങ്കിൽ അത്ര ടൈം മോർണിംഗ് സെഷൻസ് ഇരിക്കാനൊക്കെ നമ്മൾ ഭയങ്കര ഓക്കെ ആയിരിക്കും. പിന്നീട് നമ്മുടെ മൈൻഡ് ട്രിഗർ ചെയ്യാൻ തുടങ്ങും, നമുക്ക് അല്ലെങ്കിൽ ഡിസ്കംഫേർട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് മോർണിംഗ് എഴുന്നേറ്റിട്ട് ചെയ്യണമല്ലോ, ഭയങ്കര ബോറാണല്ലോ, അല്ലെങ്കിൽ എന്റെ ഉറക്കം എനിക്ക് മിസ്സാവുന്നുണ്ടല്ലോ, എനിക്കിത് പ്രോപ്പറായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ മൈൻഡ് നമ്മൾ നെഗറ്റീവായിട്ട് നമുക്കത് ഇമ്പാക്ട് ചെയ്യുകയോ നമുക്ക് നെഗറ്റീവ്ലി നമുക്കത് ട്രിഗർ ചെയ്തിട്ട് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ പോകും. സെക്കൻഡ് ഒരു 2 വീക്ക് അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഒരു ടൈമിൽ. അവിടെയാണ് പല ആൾക്കാരും ഈ ഒരു നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നത്. നിങ്ങളിപ്പോൾ മോർണിംഗ് മെഡിറ്റേഷന്റെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ മോർണിംഗ് സെഷൻ നമ്മളിപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരുപാട് മോർണിംഗ് സെഷൻ ഡിഫറെന്റ് ടോപ്പിക്കുള്ള മോർണിംഗ് സെഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ആ ഒരു സെഷനൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ്ലി കേട്ട് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാകാം. സോ ആ ഒരു ചിന്തയിൽ നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും ആ ഒരു ഹാബിറ്റിലേക്ക് പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നീട് ഒരു കൺസിസ്റ്റന്റ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് ആ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് നിങ്ങൾ ഒന്ന് എഫേർട്ട് എടുത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം എനിക്കിത് വേണം, ഞാൻ ഈ ഒരു മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്തേ പറ്റും, എനിക്കിത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര റിസൾട്ട് ഉണ്ട് അല്ലെ ഇത്ര റിസൾട്ട് ഉണ്ടാവും. സോ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ പറഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക. ബ്രെയിന് ചിലപ്പം ഒരുപാട് കാര്യങ്ങളായിട്ട് വീഡിയോ ഇഷ്യൂ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. എന്റെ വീഡിയോ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ഓ ക്ലിയർ ആണ്. ഓക്കെ താങ്ക് യു. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിന് പറയുന്നത് അനുസരിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതിന് പകരം ബ്രെയിൻ പല കാര്യത്തിലും കംഫർട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളോട് അഡ്വൈസ് തരിക അല്ലെങ്കിൽ നമ്മളോട് പറയാം. ഒരു സർവൈവൽ മൂഡിലായിരിക്കും പല സമയത്തും നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുക. പക്ഷേ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അവിടെ കംഫർട്ട് സോണ് നമ്മൾ നോക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് അത് നമ്മളെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ബ്രെയിൻ ചിലപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്തെന്ന് വരില്ല, നമ്മുടെ മനസ്സ് ചിലപ്പോൾ അതിന് നമ്മുടെ കൂടെ ഓക്കെ ആയെന്ന് വരില്ല. അത് നമ്മൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു അപ്പൊ നിങ്ങൾക്ക് അത്രയും റിസൾട്ട് നിങ്ങൾ വിചാരിക്കാൻ പറ്റാത്ത റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സക്സസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മറിച്ചാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യൂ. ഒരു സർവൈവൽ മോഡിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാകുന്നത്. ആ ഒരു സമയത്താണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോലും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരിക. സോ ഞാൻ ഇത്രയും പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് മൂലം നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ അവോയ്ഡ് ചെയ്യും. ഷുഗർ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാള്
അല്ലെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യണം, പഞ്ചസാര കഴിക്കരുതെന്ന് വിചാരിക്കുന്ന ആള്, നമുക്ക് നല്ലതാണ്, നമുക്ക് അറിയാം അല്ലെ. ബട്ട് നമ്മൾ പല സമയത്തും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബേക്കറിയിൽ നല്ലൊരു പലഹാരം കാണുന്ന സമയത്ത് നമുക്കത് കഴിക്കാനും, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറ്റുക, അത് കഴിക്കണം, അതിന്റെ ടേസ്റ്റ് നോക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ തോന്നിപ്പിക്കുന്നതാണ്, അതൊരു സർവൈവൽ മോഡിലാണ് ഉള്ളത്. നമുക്കിപ്പോ ഇത് കഴിക്കാം, പിന്നീട് വരുന്നോട്ടെ, ആ ഒരു രീതിയിലാണ് ഉണ്ടാകുക. മറിച്ച് എനിക്കിത് കഴിക്കണ്ട, എനിക്ക് ഒരു പലഹാരം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഇഷ്യൂസ് ഉണ്ടാവും, ഞാൻ ഷുഗർ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്, ഞാൻ ഇനി ഇത്ര വീക്ക് അല്ലെങ്കിൽ ഇത്ര മന്ത് ഞാൻ ഷുഗർ യൂസ് ചെയ്യില്ല, ആ രീതിയിൽ പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ്, അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് എടുക്കേണ്ട കാര്യമാണ്. ബട്ട് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷനിലും നിങ്ങളത് പോസിറ്റീവായിട്ട് നിങ്ങളത് സക്സസിലേക്ക് എത്തിക്കാനും നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര മെഡിറ്റേഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇതിന്റെ മുന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്താ നമ്മൾ നല്ല ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എത്ര പേര് ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഗുഡ്. എനിക്ക് തോന്നുന്നു ഒരു 2 weeks മുമ്പ് എടുത്ത ഒരു സെഷനാണ് തോന്നുന്നുള്ളത്. സോ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സെഷൻ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് കിട്ടും. മൈൻഡ്ഫുൾനെസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്നൊക്കെ നമ്മൾ ആ ഒരു സെഷനിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ മെഡിറ്റേഷൻ ആണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യാതൊരു രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ നമുക്ക് എന്താണോ ചിന്തകൾ നമ്മളിലേക്ക് വരുന്നത് ആ ഒരു ചിന്തകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ വിചാരിക്കും മൈൻഡ്ഫുൾനെസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് പല ചിന്തകൾ വരും, അപ്പൊ ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണ്, ഞാൻ ഭയങ്കര എന്നെ സെൽഫ് ബ്ലെയിം ചെയ്യും, ഞാൻ ഓവർ തിങ്ക് ചെയ്യും, നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യും. ഇതൊക്കെ ചിന്തിച്ചോട്ടെ, ഇതൊക്കെ ചിന്തകളൊക്കെ വന്നോട്ടെ. ഈ ചിന്തകളെ നമ്മൾ ഒരു രീതിയിലും ജഡ്ജ്മെന്റ് ചെയ്യാതെ, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ വിലയിരുത്താതെ നമ്മൾ ആ ഒരു ചിന്തകൾ ജസ്റ്റ് ഒബ്സേർവ് ചെയ്യും. എനിക്ക് വരുന്ന ചിന്തകൾ ഇതൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആദ്യമായിട്ട് ചെയ്യുന്ന വ്യക്തിക്കൊക്കെ ഇത് ചെയ്യൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മളൊരു ഫസ്റ്റ് 1 week അല്ലെങ്കിൽ 2 weeks ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെ ഫീൽ ചെയ്യും. ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഫീൽ ചെയ്യും. അത് നമ്മൾ ഗ്രാജുവലി നമ്മൾ ഇത് ചെയ്ത് ഈ ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇംപ്രൂവ്മെന്റ്സ് കാണാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? റെഡി അല്ലേ നിങ്ങള്? ഞാനൊരു 3 minute ടൈം തരാം. നിങ്ങൾ ജസ്റ്റ് കണ്ണടക്കണം, ഒന്നൊന്നും പറയില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഈ 3 minute നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്തകൾ വരുന്നത് ആ ഒരു ചിന്തകൾ മാത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. ഒന്നും ചിന്തിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ കാമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഒരു നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ കാമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളിലേക്ക് ചിന്ത വരുന്നത്, നിങ്ങൾക്ക് എന്താണോ ചിന്തിക്കാൻ തോന്നുന്നത് ആ ചിന്തകൾ ജസ്റ്റ് അത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം, അത് മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, സോ റെഡി അല്ലേ എല്ലാവരും? റെഡി അല്ലേ? ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യും കേട്ടോ, വേറെ നോയ്സ് വരുന്നുണ്ട്. ഒരു 48 നമുക്കത് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കാം. ദെൻ നിങ്ങൾക്ക് വരുന്ന ചിന്തകളെ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. 49 നമുക്ക് സെഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നലെ അതാണ് കൊണ്ടുവരാൻ പോകാനൊക്കെ മതി എന്നല്ല.
ഇനി എല്ലാവർക്കും സെഷനിലേക്ക് തിരിച്ചു വരാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഒന്ന് ഷെയർ ചെയ്യാം ആരെങ്കിലും. സൂപ്പറായിരുന്നു. നമ്മള് ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും ശരീരത്തിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ശബ്ദം കുറവാണ്, ജലദോഷമാണ് സംസാരിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് പരിപൂർണമായിട്ടും മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട്. അതുപോലെ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട്. രാവിലത്തെ ക്ലാസ്സും എല്ലാം പ്രയോജനം. ഓക്കെ ഓക്കെ. നിങ്ങളിപ്പോ ചെയ്ത സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചിന്തകളായിരുന്നു ലൈക്ക് ഭാഗമായിട്ടുള്ള നിങ്ങളെ ഫ്യൂച്ചറിനെ കുറിച്ചോ എന്തായിരുന്നു, എന്തൊക്കെ ചിന്തകളായിരുന്നു നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ ആരൊക്കെ ഉണ്ട് ഇതില്? ഹെൽത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു, മനസ്സ് വിചാരിച്ചു. ഹെൽത്തിനെ കുറിച്ചാണ് വിചാരിച്ചത്. ഓക്കെ. ആരെങ്കിലും ഒരു മിനിറ്റില് ഒരു ചിന്ത വന്നിട്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടല്ലേ? എനിക്ക് ചിന്തകളൊന്നും വന്നിരുന്നില്ല സാർ. ചിന്തകളൊന്നും വന്നില്ല, ചിന്തിച്ചിട്ടില്ല. ചിന്തകളൊന്നും വന്നിട്ടില്ല. സന്തോഷമായിട്ട് സാർ എനിക്ക് പിന്നെ 2-3-4 ചിന്തകൾ വന്നു. പല പല ചിന്തകളായിരുന്നു. അതിനുശേഷം വേറെ ഒന്നും വരുന്നില്ല. എനിക്ക് ക്ലിയർ ആയില്ല, എന്തായിരുന്നു പറഞ്ഞു? എനിക്ക് ഇന്നും നാളെയും ചെയ്യാനുള്ള കുറച്ച് 1-2 കാര്യങ്ങൾ എൻ്റെ ചിന്തയിൽ വന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഒന്നും വരുന്നില്ല, എല്ലാം ബ്ലാങ്ക് ആയിരുന്നു. കുറച്ചൊരു സമാധാനം കിട്ടി. വേറെ പ്രത്യേകിച്ച് ചിന്തകളൊന്നും വരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ആ ചിന്തകൾ വന്ന സമയത്ത്, നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്ത വന്ന സമയത്ത് എന്താണ് ചെയ്തത് അവിടെ? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ റെസിസ്റ്റ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് എങ്ങനെ ഇരുന്നത് ജസ്റ്റ് ഒബ്സർവ് ചെയ്തു, അത്ര ചെയ്തോളൂ. ഓക്കെ, അതാണ് ചെയ്യണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ റെസിസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തകൾ വരുന്നത്, എനിക്ക് കാമായിട്ടിരിക്കണം, എനിക്ക് ഒന്നും ചിന്തിക്കാതെ ഇരിക്കണം, അതാണ് എനിക്ക് വേണ്ടത്, അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കാൻ പാടില്ല. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണ്. നിങ്ങൾക്ക് ഏത് സമയം വേണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ നിങ്ങളുടെ ജോബൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫീസിലാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചൺ സ്പേസിലാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിലോ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാനുള്ള ഒരു ടൈം കിട്ടുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ റൂമിൽ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ പോയിട്ട് ഇരിക്കുക. ഒന്നും ചിന്തിക്കണ്ട, ജസ്റ്റ് ഒന്ന് കാമായിട്ടിരിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ഒന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ ഡെയിലി ഇങ്ങനെ പോകുന്നത്. ചിലപ്പം നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി നിരന്തരം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവരോട് സംസാരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓർഡർ ക്ലോസ് ചെയ്യാനുണ്ടാവും, ഓർഡർ ചെയ്യാനുണ്ടാവും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരിക്കും മനസ്സിൽ വരുന്നുണ്ടാകുക. സോ വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. അതൊന്ന് അതിലൂടെ ആ ചിന്തകളിലൂടെ തന്നെ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചിന്തകൾ അവിടെ മെല്ലെ സ്ലോ ആയി വന്നിട്ട് പിന്നെ നമ്മുടെ മൈൻഡ് കാമിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. മറിച്ച് നമ്മൾ ആ ഒരു വരുന്ന ചിന്തകൾ നമ്മളവിടെ റെസിസ്റ്റ് ചെയ്ത് അതവിടെ ബ്ലോക്ക് ചെയ്ത് പിന്നെ നമ്മൾ തിരിച്ചതിലേക്ക് വരുന്ന സമയത്തേക്കാണ് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മുടെ തോട്ട്സുമായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, നമുക്ക് വരുന്ന ചിന്തകളുമായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഏത് സമയത്തുമാണെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയുള്ള രണ്ടാമതൊരു മെഡിറ്റേഷൻ ആണ് ഫോക്കസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഫോക്കസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ, ഒരു സിംഗിൾ പോയിന്റിനെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സിംഗിൾ തോട്ട്സിനെയോ നമ്മൾ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഫോക്കസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പെണ്ണുണ്ട്. നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒരു നല്ലൊരു പൊസിഷനിൽ നല്ലൊരു സ്ഥലത്ത് നിങ്ങൾ മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പെണ്ണുണ്ട്. ആ ഒരു പെണ്ണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു പോയിന്റിൽ തന്നെ നോക്കി നിൽക്കുന്നതിനെയാണ് ഫോക്കസ് മെഡിറ്റേഷൻ. അല്ലെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതില് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ല നമ്മുടെ ബ്രീത്തിനെ ഫോക്കസ് ചെയ്യാം, എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതും നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും.
അല്ലാന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ നിങ്ങൾ ജസ്റ്റ് ഇരുന്നിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് നിങ്ങൾ പോവുക, ഒരു ബീച്ച് സൈഡ്, ഒരു ബീച്ചിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അധികം ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഓവറായിട്ട് എനിക്ക് ബിസിനസ്സിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഓവറായിട്ട് എന്റെ മനസ്സിലേക്ക് ചിന്ത വരുന്ന സമയത്ത് ഞാൻ വന്നിട്ട് നല്ലൊരു ബീച്ച് ഇവിടെ അടുത്ത് നല്ലൊരു ബീച്ചിൽ പോയിട്ട് അവിടെ നമ്മൾ ആരും ഇല്ലാത്തൊരു സൈഡ്, ഓവർ ക്രൗഡഡ് ഉള്ള ഒരു ഏരിയ അല്ല, ഒരു ഉള്ളോട്ടേക്കുള്ള ഒരു സ്ഥലത്ത് പോവുക. ജസ്റ്റ് അവിടെ പോയിട്ട് ഇരുന്നിട്ട് കണ്ണടിച്ചിരിക്കും, ഒന്നും വേണം, നിങ്ങൾ ഒന്നും ചെയ്യല്ല. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കേൾക്കുന്നത് അതൊന്ന് ഫോക്കസ് ചെയ്യാം, നല്ല രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം. അവിടെ തിരമാലയുടെ സൗണ്ട് ഉണ്ടാവും, നിങ്ങൾ കാറ്റടിക്കുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ചിലപ്പോൾ ദൂരെ നിന്ന് കുട്ടികൾ കളിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുന്നത് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾ ഒരു 5-10 മിനിറ്റ് ഫോക്കസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല ജസ്റ്റ് നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച, നിങ്ങൾ അവിടെ തിരമാല അടിക്കുന്ന കാണുന്നുണ്ട്, അത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യണം, അതൊന്ന് ഒബ്സർവ് ചെയ്യാം, അവിടെ എന്താണ് സംഭവിക്കുന്നത് അത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൗണ്ടിനെയോ അല്ലെങ്കിൽ ഒരു തോട്ട്സിനെയോ അതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് ഫോക്കസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡയറക്റ്റീവ് മെഡിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ പലരും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, ബട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു നമ്മുടെ ബോഡി പാർട്സിൽ, ഇപ്പൊ എനിക്കൊരു കയ്യിൽ ചെറിയൊരു പെയിൻ ഉണ്ട്, ഒരു മുറിവുണ്ട്, ബട്ട് നമുക്കത് വലിയ രീതിയിലുള്ള മുറിവല്ല, നമുക്ക് ചെറിയൊരു പെയിൻ ആകുന്നുണ്ടെന്ന് തോന്നലായിരിക്കും, ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇവിടെ ഒരു പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കഴുത്തിന്റെ ഇവിടെ എനിക്ക് കുറെ ദിവസം എനിക്കൊരു പെയിൻ ഉണ്ട്. നമുക്ക് അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുക. ദെൻ ആ ഒരു പെയിൻ അവിടുന്ന് ഹീലാവുന്ന രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. എന്റെ ആ ഒരു പെയിൻ എനിക്ക് അവിടുന്ന് മാറുകയാണ്, അത് കുറഞ്ഞു വരികയാണ്. അത് നാളെ മോർണിംഗ്, ഇന്ന് രാത്രിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ നാളെ മോർണിംഗിലേക്ക് എനിക്ക് ആ ഒരു പെയിനൊക്കെ മാറിയിട്ട് ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ നാളെ മോർണിംഗ് എഴുന്നേൽക്കും. ആ രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കുറവുണ്ട്. ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്, എനിക്ക് ക്ലിയർ ആയിട്ട് എന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല എന്നുള്ളൊരു ഡൗട്ട്, ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോന്നുള്ളൊരു പേടി, ഇതുപോലെ ചെറിയ ചെറിയ പേടിയുണ്ട്. നമ്മളിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പേടീസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സദസ്സിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അവിടെ നല്ല രീതിയിൽ സംസാരിക്കാനോ അവരുമായിട്ട് അപ്രോച്ച് ചെയ്യാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു പേടി, ഈ രീതിയിലുള്ള ഒരു ഫിയർ ഒക്കെ നമുക്ക് ഈ ഒരു ഡയറക്റ്റീവ് മോഡ് മെഡിറ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനെയാണോ നമുക്ക് പേടിയുള്ളത്, എനിക്കിപ്പോ സ്റ്റേജ് ഫിയർ ആണ് എന്റെ പ്രശ്നം, എനിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫിയർ ആണ്, ഭയങ്കര ആങ്സൈറ്റി കൂടുകയാണ്. സോ അത് ഞാനൊരു 15 മിനിറ്റ് ഞാൻ മാറിയിരുന്നിട്ട് ജസ്റ്റ് ഞാൻ നല്ല രീതിയിൽ സ്റ്റേജിൽ കയറുന്നു, ഞാൻ അടിപൊളിയായിട്ട് സംസാരിക്കുന്നു, ആൾക്കാർ കൈയടിക്കുന്നു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അവിടെ ഭയങ്കര പോസിറ്റീവാണ്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. സോ അവിടുന്ന് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ എനിക്ക് കൈയൊക്കെ തന്ന് അടിപൊളിയായിരുന്നു, നിങ്ങളുടെ സംസാരം അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. നമ്മളത് കണ്ടിന്യൂസ്ലി നമ്മളിലേക്ക് കൊടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിയർ നമുക്ക് അവിടെ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഡയറക്റ്റീവ് മെഡിറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത മെഡിറ്റേഷൻ ആണ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഓഫീസിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആൾക്കാരായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളിപ്പോ ഒരു ഓഫീസിൽ പോകുന്ന ഇതെടുത്തു, നിങ്ങൾ മോർണിംഗ് എഴുന്നേൽക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ബാഗ് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ 2 വീലറിലോ അല്ലെങ്കിൽ ബസ്സിലോ കാറിലോ എന്തിനാണോ പോകുന്നത്, നിങ്ങൾ ആ ഒരു പോകുന്ന റൂട്ടും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഓഫീസിൽ നിരന്തരം പോകുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളും കാണുന്ന ആൾക്കാരും സംസാരിക്കുന്ന ആൾക്കാരും ഇതൊക്കെ നിങ്ങളൊരു 15 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ 2 വീലറോ നിങ്ങളുടെ ബൈക്കോ കാറോ എന്തോ എടുത്തിട്ട് നിങ്ങൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന കാണുന്ന ബിൽഡിങ്സ് ഉണ്ടാവും. നമ്മൾ നോർമലി കാണുന്ന നമുക്ക് അറിയുന്ന ബിൽഡിങ്സ് ഉണ്ടാവും. നമ്മളൊരു കണ്ടിന്യൂസ്ലി ഒരു സ്ഥലത്തോടെ പോകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടുമല്ലോ. സോ കാണുന്ന ആൾക്കാരുണ്ടാവും. ഓഫീസിൽ പോയിട്ട് ആരൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്റ്റാഫ് മീറ്റിംഗ് വെക്കാറുണ്ടോ, ഈ കാര്യങ്ങൾ ഒരു 15 മിനിറ്റിനുള്ളിൽ ഓഫീസിലെത്തി നിങ്ങൾ നിങ്ങളുടെ ചെയറിൽ പോയി ഇരിക്കുന്ന സിറ്റുവേഷൻ അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഇവിടെ നമ്മുടെ മെന്റലി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷ്വലൈസേഷൻ മെഡിറ്റേഷനും നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അടുത്ത മെഡിറ്റേഷൻ ആണ് ഇൻറ്റ്യൂട്ടീവ് മെഡിറ്റേഷൻ എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വാങ്ങണം എന്ന ആഗ്രഹമുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം iPhone 17 വാങ്ങണമെന്നുണ്ട്, ഇപ്പൊ ലോഞ്ച് ചെയ്ത ഫോൺ എനിക്ക് വാങ്ങണമെന്നുണ്ട്. സോ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളത് വിഷ്വലൈസേഷൻ കൊടുക്കുക. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം, എനിക്ക് എന്റെ ആഗ്രഹത്തിലുള്ള ഒരു സാധനം എനിക്ക് വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാധനം വാങ്ങി എന്നുള്ള രീതിയിലേക്ക് അത് കറക്റ്റ് പ്രോസസ്സ്, അതിന്റെ പ്രോസസ്സ് എന്താണോ അത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുക.
എനിക്ക് ഇങ്ങനെ ഒരു സാധനം വാങ്ങാനുണ്ട്, അത് നാളെയാണ് അത് വാങ്ങേണ്ടത്. സോ ഞാൻ നാളെ മോർണിംഗ് നേരത്തെ എഴുന്നേൽക്കുന്നു, എന്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ പറയുന്നു, ആരൊക്കെ വിളിക്കുന്നു, ഞാൻ ആ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നു, ഞാൻ അത് വാങ്ങുന്നു, വാങ്ങി കിട്ടിയിട്ട് എനിക്ക് എന്താണ് ഫീല്, ആ ഒരു ഫീല് നമ്മൾ അവിടെ കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്നതിനാണ് ഇൻറ്റ്യൂട്ടീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓരോ മെഡിറ്റേഷനും ഓരോരുത്തരായിട്ട് ഡിഫറെന്റ് രീതിയിലായിരിക്കും നിങ്ങൾ ആൾക്കാരെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടാകുക. എല്ലാ മെഡിറ്റേഷനും എല്ലാ ആൾക്കാർക്കും വർക്ക് ചെയ്യണമെന്നില്ല. സോ അതുപോലെ തന്നെ ഓരോ മെഡിറ്റേഷനും ഓരോ പർപ്പസ് ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഓരോ പർപ്പസ്. പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു മെഡിറ്റേഷനാണ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള മെഡിറ്റേഷൻ. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് നമുക്കുണ്ട്. ഇപ്പോൾ ഓവർ സോഷ്യൽ മീഡിയ യൂസിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നതായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തും ആയിക്കോട്ടെ. സോ ആ ഒരു ബാഡ് ഹാബിറ്റ് നമ്മളിൽ നിന്ന് മാറുന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ വിഷ്വലൈസേഷൻ കൊടുക്കുക. നമ്മളത് മാറ്റിയെടുത്തിട്ട് നമ്മൾ വളരെ ഫോൺ ഓവർ യൂസ് ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയയിൽ ഓവർ ആക്റ്റീവ് അല്ല, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ എന്താണോ അത് നമ്മൾ വിഷ്വലൈസേഷൻ കൊടുക്കുക. അതാണ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഈ തരത്തിലുള്ള മെഡിറ്റേഷൻസ് നമ്മൾ ഓരോ കാര്യത്തിനും നമുക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും, പല മെഡിറ്റേഷൻസ്. സോ ഇതിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഫോക്കസ് മെഡിറ്റേഷനും അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, ഇതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് വെറുതെ ഇരിക്കുക. 5-10 മിനിറ്റ് ആയിക്കോട്ടെ, ക്ലോക്കിൽ ടൈം ഒന്നും വെക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളിലേക്ക് ചിന്തകൾ വരുന്നത്, അവിടെ നമുക്ക് സെൽഫ് അവയർനെസ് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ തോട്ട്സിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും. നമുക്ക് പലർക്കും നമുക്ക് ഇപ്പൊ ഇല്ലാത്തൊരു സംഭവമാണ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലെന്നും. അതാണ് നമ്മുടെ ഓവർ തിങ്കിലേക്ക് നയിക്കുന്നതും നമ്മുടെ നെഗറ്റീവിലേക്ക് നയിക്കുന്നതും പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് നെഗറ്റീവായിട്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ അതാണ് സംഭവം. നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്കറിയില്ല, നമ്മുടെ ഇമോഷൻ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ചില സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും, അതിന്റെ റീസൺ നമുക്കറിയില്ല. ചില സമയത്ത് ഭയങ്കര ടയർഡ് ആയിരിക്കും, ഭയങ്കര ഒരു എന്താ പറയുക, എന്തോ ഒരു വിഷമം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ, ആരോട് സംസാരിക്കാൻ മൂടുണ്ടാവില്ല, അതിന്റെ റീസൺ എന്താണെന്ന് നമുക്കറിയില്ല. ഇതിന്റെ ഒക്കെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ദിവസം 5-10 മിനിറ്റ്, ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും, എന്ത് കാര്യം ഉണ്ടെങ്കിലും, എന്ത് വർക്ക് ഉണ്ടെങ്കിലും, എന്ത് ബിസിനസ് ഉണ്ടെങ്കിലും, എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഞാനൊരു 10-15 മിനിറ്റ് മിനിമം മെഡിറ്റേഷൻ കൂടാതെ ഞാൻ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യുന്ന ഒരു കാര്യം അതാണ് എനിക്ക്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഞാനിപ്പോ എന്ത് ഓഫീസിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ വെറുതെ ഒരു കാര്യം ചെയ്യാതെ അല്ലെങ്കിൽ ഓവർ സ്ട്രെസ്ഡായിട്ട് തോന്നുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ചെയ്യാതെ എല്ലാ കാര്യവും മാറ്റി വെച്ചിട്ട് ജസ്റ്റ് വെറുതെ ഇരിക്കുന്നു. അവിടെ എനിക്ക് തോന്നിയ കാര്യമാണ്, എനിക്ക് വരുന്ന ചിന്തകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ എനിക്ക് അവിടെ ആയിരിക്കും പുതിയ പുതിയ ബിസിനസ് ഐഡിയാസും പുതിയ കാര്യങ്ങളും ഒക്കെ എനിക്ക് ആ ഒരു സമയത്തായിരിക്കും എനിക്ക് വരുന്നുണ്ടാകും. സോ ഞാനത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും, ജസ്റ്റ് കാര്യങ്ങൾ എനിക്ക് വരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് ഒബ്സർവ് ചെയ്യും, എന്നെ ജസ്റ്റ് ഞാൻ മനസ്സിലാക്കും, എന്റെ ഇമോഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കും, എന്റെ ഫീലിങ്സ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കും. ആ സമയത്തായിരിക്കും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് എന്റെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. നമ്മൾ ഇത്ര ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടല്ലോ, അല്ലെ നമ്മളോട് ഇത്ര ആൾക്കാർ ഒരുപാട് നന്ദി പറഞ്ഞല്ലോ. അപ്പൊ ഇതൊന്നും നമ്മൾ ചിന്തിക്കാനോ ഇതൊന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാനോ നമുക്ക് ടൈമില്ല. ഒരുപാട് ആൾക്കാർ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടാവും, ചെറിയ കോംപ്ലിമെന്ററി ആയിക്കോട്ടെ. ചിലപ്പോൾ ഇന്ന് മോർണിംഗ് കിട്ടിയ എന്തെങ്കിലും കോംപ്ലിമെന്ററി ആയിരിക്കും, നിന്റെ സംസാരം അടിപൊളിയാണല്ലോ, അല്ലെങ്കിൽ നീ അത് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്, നീ അങ്ങനെ അവരോട് പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമാണ് നീ അത് ചെയ്തത്. അങ്ങനെ കിട്ടുന്ന കോംപ്ലിമെന്ററി ഒക്കെ നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ടൈമാണ് നമ്മൾ ഈ ഒരു വെറുതെ ഇരിക്കുന്ന ടൈം. എന്നാ അവരങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്താണ്, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സമയത്ത് പോലും നമ്മൾ നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് രാവിലെ ആരെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നീ അങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല. ആരെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞു, നീ അങ്ങനെ നിന്നോട് ആരാ അത് ചെയ്യാൻ പറഞ്ഞത്, നീ അങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല, നീ അങ്ങനെ ചെയ്യരുതായിരുന്നു. നമ്മൾ അതും ആലോചിച്ച് ഇങ്ങനെ ആ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇങ്ങനെ കളയും. അവൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക, ഞാൻ ശരിക്കും ചെയ്തത് ശരിയായിട്ടില്ലേ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. അത് നമ്മളിലേക്ക് കൊടുക്കേണ്ട സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിന് നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അത് എല്ലാ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ മനസ്സിനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് ടൈം കൊടുക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ മനസ്സിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. സോ എപ്പോഴും നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിൽ പോലും
ഒരു 10-15 മിനിറ്റ്. ഞാൻ പറഞ്ഞ സംഭവം നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ചെയ്യാലോ. നമ്മളിപ്പോ ഇത്രയും മീറ്റിംഗിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ആളുകളുള്ള സമയത്ത് പോലും നമ്മളൊരു 4 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ ആ ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടാത്ത ആൾക്കാരൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. സോ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് മൊബൈൽ എടുത്തിട്ട് റീൽസും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുമായിട്ട് കുറച്ച് സമയം നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അത്രയും പവർഫുൾ ആണ്. നിങ്ങൾ അത് ഗ്രാജുവലി ചെയ്ത് നിങ്ങൾ വരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാളിറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഒരുപാട് നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താന്ന് മനസ്സിലാക്കാനും നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ വിഷൻ എന്താണ്, നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഹാപ്പി ആവുന്നത്, ഇതൊക്കെ ഒരു മനുഷ്യന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇങ്ങനെ തിരക്കിട്ട് ഓടുകയാണ് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്. ഒരു കാര്യം ചെയ്യുന്നത് അടുത്ത കാര്യം ചെയ്യുന്നു. നേരത്തെ ഒരു സാറ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ല മറ്റന്നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് മീറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം നമ്മൾ കൊടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നത് കാണാൻ പറ്റും. ഡെയിലി നിങ്ങൾ കൊടുക്കണത് എത്ര തിരക്കാണെങ്കിലും ഡെയിലി നിങ്ങൾ ഈ ഒരു സമയം ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കും. ഇത് എന്റെ ടൈമാണ്. നമ്മൾ പലർക്കും നമ്മൾ ടൈം കൊടുക്കാറുണ്ട്. നമ്മുടെ ക്ലയന്റിന് നമ്മൾ സമയം കൊടുക്കാറുണ്ട്. ഈ 12:30 മണിക്ക് ശേഷം നിങ്ങൾ വന്നോ, നമുക്കൊരു 2 മണിക്കൂർ നമ്മൾ സംസാരിക്കാം. അല്ല നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ടൈം കൊടുക്കാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ ടൈം കൊടുക്കാറുണ്ട്, നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ടൈം നമ്മൾ മാറ്റി വെക്കാറുണ്ട്. ബട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ന് ടൈം നമ്മൾ മാറ്റി വെക്കാൻ തുടങ്ങുമോ അവിടെ നിങ്ങൾ ഒരുപാട് നിങ്ങൾ വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് വരുന്ന കാണാൻ പറ്റും. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്തു പറ്റുന്നുണ്ട്. ഈ ഒരു മോർണിംഗ് സെഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് അവിടെ ഇരിക്കുക. മോർണിംഗ് സെഷൻ കഴിഞ്ഞ് പെട്ടെന്ന് ഇതൊക്കെ വെച്ച് ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് പോകുന്നതിന്, നിങ്ങളെ പണിയിലേക്ക് ജോബിലേക്ക് കടക്കുന്നതിന് പകരം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ടൈം നോക്കണ്ട. നിങ്ങൾക്ക് എത്രത്തോളം ഇരിക്കാൻ പറ്റും അത്രത്തോളം നിങ്ങളൊന്ന് ഇരിക്കുക. നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക, ഞാൻ എന്താണ്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. എനിക്ക് ഇത്ര കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ എന്നോട് നല്ലത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇതൊന്നും കാണാതെ പോയത് എന്തുകൊണ്ടാണ്. ഈ ഒരു ചെറിയ ചെറിയ മൊമെന്റ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനൊക്കെ നമുക്ക് പറ്റും. സോ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട്, ഞാൻ ഇത്രയും റിപ്പീറ്റഡ്ലി പറയാൻ കാരണം എനിക്കറിയാം, ഞാൻ എക്സ്പീരിയൻസ്, ഞാനൊരു 1.5 വർഷമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാറില്ല. ചില ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രേക്ക് ആവാറുണ്ട്. ബ്രേക്ക് ആവുന്ന സമയത്തും ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് വറീഡ് ആവുന്നതിന് പകരം, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം, സ്ട്രെസ് ആവുന്നതിന് പകരം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം മാറ്റി വെക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മെഡിറ്റേഷന്റെ പവർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് സ്ട്രെസ്. നമ്മളെ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എപ്പോഴും അവർക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അവരുടെ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർ ഓവർ സ്ട്രെസ്ഡ് ആവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. സോ അവർക്കൊക്കെ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഡെയിലി അവർ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മോർണിംഗ് ഹാബിറ്റ്, ഒരു ഡെയിലി റുട്ടീൻസിന്റെ ഭാഗമാക്കി മാറ്റാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവരത് ഹെൽപ്പ് ചെയ്യും. നമ്മളെ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്, സ്ട്രെസ് ഹോർമോൺ. ഇത് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറോട്ടോണിൻ ഇംപ്രൂവ് ചെയ്യാനും ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നിങ്ങളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫോക്കസും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പം കോളേജിൽ പോകുന്ന അല്ലെങ്കിൽ എക്സാം ഉള്ള സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ചു, അവർ പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു കാര്യത്തിൽ ഫോക്കസ് കിട്ടുന്നില്ല, പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു, പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് പഠിക്കുമ്പോൾ തന്നെ അതിന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇവരൊക്കെ മെഡിറ്റേഷൻ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഫോക്കസ് കിട്ടാനും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അവർ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആൾക്കാരായിരിക്കും, അല്ലെ?
ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് ആലോചിച്ചിരുന്നു, അത് അവരെന്താണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക, അവരെന്താണ് എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുമോ, ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് ഇമോഷണലി നമ്മൾ ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും പല കാര്യങ്ങളും. നമ്മൾ ഇമോഷണൽ ആവണം, കുറെ കാര്യങ്ങൾ നമ്മൾ ഇമോഷണൽ ആവണം. ബട്ട് ഏത് കാര്യത്തിൽ ഇമോഷണൽ ആവണം എന്ന് തീരുമാനിക്കേണ്ട റൈറ്റ് നമുക്കുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷന്റെ കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിൽ, അതിന്റെ റിമോട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ അവര് വിചാരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നത്, അവര് വിചാരിക്കുമ്പോൾ നമ്മൾ കരയുന്നത്, അവര് വിചാരിക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി, അതാണ് ഇപ്പൊ നടക്കുന്നത്. മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ ദേഷ്യപ്പെടും. നീ അങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും നമ്മളെ കുറിച്ച് കളിയാക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇമോഷണലി നമ്മൾ ഡൗൺ ആവും. അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അവരാണ് നമ്മുടെ ഇമോഷണൽ കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. നമ്മളത് ഗ്രാജുവലി നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുന്നത് വഴി നമ്മളത് ഇംപ്രൂവ് ചെയ്തെടുക്കും. ഓൾറെഡി നിങ്ങൾ ഇത്രയും കാലമൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ. സോ അത് നിങ്ങൾ എപ്പോഴും ഒബ്സർവ് ചെയ്യണം. അതാണ് ഒബ്സർവേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം. നമ്മളത് ഒബ്സർവ് ചെയ്യണം. എന്റെ ചിന്തയുടെ കൺട്രോൾ, എന്റെ ഇമോഷൻസിന്റെ കൺട്രോൾ എന്റെ കയ്യിലാണോ? ഞാൻ വിചാരിക്കുമ്പോഴാണ് എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. എനിക്ക് ചിരിക്കണം തോന്നുന്നത് ഞാൻ വിചാരിക്കുമ്പോഴാണ്, എനിക്ക് കരയണം തോന്നുന്നത് ഞാൻ വിചാരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഇന്ന വ്യക്തി പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന വ്യക്തി അത് ചെയ്യുമ്പോൾ ഞാൻ കരയണം, ഞാൻ ചിരിക്കണം, ഞാൻ ദേഷ്യപ്പെടണം, ഞാൻ ഇമോഷണൽ ആവണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കല്ല നമ്മൾ പോകേണ്ടത്. സോ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമ്മൾ ആ ഒരു ഇമോഷണൽ കൺട്രോൾ അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു സ്ലീപ്പ്. നമ്മുടെ സ്ലീപ്പിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. നമുക്കറിയാം ഈ ഒരു മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ നമ്മൾ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്ലീപ്പിലേക്ക് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ടെൻഡൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറങ്ങണം എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകും. സോ പല കാര്യങ്ങളെ കൊണ്ട് സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ മെലാറ്റോണിൻ എന്നുള്ള ഹോർമോണിന്റെ അളവ് റെഡ്യൂസ് ആവും. അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു ബെറ്റർ ക്വാളിറ്റി സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മെഡിറ്റേഷൻ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൈൻഡിലുള്ള അനാവശ്യമായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ആവശ്യമുള്ള തോട്ട്സ് മാത്രം നമ്മൾ മുന്നോട്ടേക്ക് വെച്ച് നമുക്ക് കിടന്നുറങ്ങാനും നല്ല രീതിയിലുള്ള ഉറക്കത്തിന് നമ്മൾ നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു സെൽഫ് അവയർനെസ് നമുക്ക് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് വഴി നമ്മൾ എന്ന വ്യക്തി എന്താണോ, നമ്മുടെ വിഷൻ എന്താണോ, നമുക്ക് അതിനെപ്പറ്റി ഒരു 100% ക്ലാരിറ്റി കിട്ടും. എന്തൊക്കെ കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ അവോയ്ഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്, പ്രയാസം ഉണ്ടാകുന്നത്, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആരൊക്കെ ആയിരിക്കണം, നമ്മൾ ആരുടെ കൂടെ ആയിരിക്കണം ബിസിനസ് ചെയ്യേണ്ടത്, ആരുടെ കൂടെ ആയിരിക്കണം ഞാൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുക എന്നുണ്ടെങ്കിൽ ലൈഫിൽ നല്ല നല്ല തീരുമാനം നമുക്ക് എടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. ഇതിനെപ്പറ്റി ഒന്നും ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് പല ഡിസിഷൻസ് എടുക്കുമ്പോൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്നത്. സോ നമ്മൾ എന്താണെന്നുള്ളൊരു 100% ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് അവർക്ക് വേണ്ട ഡിസിഷൻസ് അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ അതാണ് നമ്മുടെ ഒരു ബെറ്റർ അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മെഡിറ്റേഷൻ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നത് പോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഹോർമോണൽ ലെവൽ ബാലൻസ് ആക്കാനൊക്കെ നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള നമ്മൾ ഒരുപാട് ചിന്തകൾ വരുമ്പോഴാണ്, ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് പല ചിന്തകളും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്. നമ്മുടെ മൈൻഡ് ഭയങ്കര കാമാണ്, ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഒരു ഹാപ്പി മൂഡിലാണ് എപ്പോഴും ഉള്ളതെങ്കിൽ നമുക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. ഈ ബിസിനസ് മേഖലയിലുള്ള വ്യക്തികളൊക്കെ ഭയങ്കര ചിന്ത എന്ന് പറയുന്നത്, അല്ല അവരെ തിങ്കിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരെന്താണോ ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കും അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. സോ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. അത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻസിന്റെ ഭാഗമായിട്ട് വെക്കണം, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഡെയിലി അടിപൊളിയായിട്ടുള്ള ഡിഫറൻസ് മെത്തേഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് മെഡിറ്റേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് എഫേർട്ട് എടുത്തിട്ട് മോർണിംഗ് എഴുന്നേറ്റിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള മോർണിംഗ് സെഷൻസ് അല്ലെ, ഡിഫറെന്റ് ടോപ്പിക് ആയിട്ടുള്ള മോർണിംഗ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കിട്ടുന്ന ഓരോ മൊമെന്റും, ഈ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം.
നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. അവരോടൊക്കെ പറയാം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ ആ ഒരു മോർണിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇത്രത്തോളമാണ്. നിങ്ങൾ ഇത്രത്തോളം നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാൻ ഒരു ചാൻസ് അവിടെ കൂടുതലാണ്. സോ നമ്മൾ മെഡിറ്റേഷനിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മളോട് പറഞ്ഞു, ഒരുപാട് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻസ് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് പോലും മാത്രം ആവരുത്. ഇവിടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് റിപ്പീറ്റഡ്ലി പറഞ്ഞതിന് ഞാൻ പറഞ്ഞു. മെയിൻ ആയിട്ടുള്ള റീസൺ ഞാൻ പറഞ്ഞു. നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ആവും. നിങ്ങളുടെ ലൈഫിൽ ഒരു നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ലൈഫിൽ സക്സസിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പറ്റും എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ ആ ഒരു കാര്യം, ഓരോ കാര്യം നിങ്ങൾ അത്ര സീരിയസ് ആക്കി എടുത്ത് അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റുക, ലൈഫിൽ എങ്ങനെയാണ് അതൊരു റുട്ടീൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുക എന്ന് ചിന്തിക്കുകയോ അത് നിങ്ങൾ അങ്ങനെ ആക്ഷനിലേക്ക് കൊണ്ടുവരികയോ നിങ്ങൾ ചെയ്യണം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഏകദേശം ടൈമായി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സെഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എൻജോയ് ചെയ്തോ എല്ലാവരും? സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മെഡിറ്റേഷനെ കുറിച്ച്? നമ്മളിപ്പം സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? മോർ മോട്ടിവേറ്റഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. സോ ഇന്ന് ആദ്യത്തെ മെഡിറ്റേഷൻ എന്താ പറയുക? ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചിന്തകൾ വരുമ്പോൾ ചിന്തകളെ ചിന്തിച്ചു കൊടുക്കണം. എന്താ സാർ എനിക്ക് ക്ലിയർ ആയില്ല, വോയിസ് ക്ലിയർ ആയില്ല. ഫസ്റ്റ് പറഞ്ഞ മെഡിറ്റേഷന്റെ രീതി ഏതാണ്? ഒരു ചിന്ത വരുമ്പോൾ ചിന്തകളെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതെ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. നമ്മൾ ചിന്തകൾ വരുന്നുണ്ടാവും അല്ലെ സാറിന്റെ മൈൻഡിൽ? ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടാവും. നമ്മൾ പലരും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്തകൾ വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യും. എനിക്കിങ്ങനെ ചിന്ത വേണ്ട, എനിക്ക് കാമായിട്ട് ഇരിക്കാൻ. അവോയ്ഡ് ചെയ്യുമ്പോൾ കൂടുതൽ വരും. അത് അവോയ്ഡ് ചെയ്യുന്നതിന് പകരം എനിക്ക് വരുന്ന ചിന്തകൾ എന്താണോ അത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ആ ഒരു ചിന്തകളുമായിട്ട് നമ്മളൊന്ന് ഇരിക്കുക, അത്രേ ഉള്ളൂ. അവിടെ അത്രയും നമ്മൾ ചെയ്യണം. നമ്മളൊന്നും വേറെ എഫേർട്ട് ഒന്നും എടുക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ സമയത്ത് എനിക്ക് എന്താണ് ചിന്തകൾ വരുന്നത്, ആ ഒരു ചിന്തകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ചിന്തകൾ വന്നോട്ടെ, ചിലപ്പോൾ അത് വന്നിട്ട് അത് വേറെ ചിന്തകളായിട്ട് അത് കൺവേർട്ട് ആകുന്നുണ്ടാവും. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ചിന്തകൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളായിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് വരുന്ന ആ ഒരു ചിന്തകളുടെ പാറ്റേൺ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഗ്രാജുവലി കുറഞ്ഞു വരും. അതാണ് അതിന്റെ സയൻസ് വരുന്നത്. സോ നമ്മൾ അതിനനുസരിച്ച് വരുന്ന ചിന്തകളുമായിട്ട് നമ്മളൊന്ന് ഇരിക്കുക, അത്രേ ഉള്ളൂ. താങ്ക് യു സാർ. ക്ലിയർ അല്ല? ബാക്കിയെല്ലാം വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ആർക്കും? സാറിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു സാർ. താങ്ക് യു. നല്ല എൻജോയ് ചെയ്ത് കേട്ടു. ടൈം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. മോർണിംഗ് നല്ല തിരക്കുള്ള ഒരു ടൈമായിരുന്നു, പക്ഷെ മാറ്റി വെച്ച് കേൾക്കാൻ പറ്റിയ ക്ലാസ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ സഫീന മാം, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നമ്മൾ ഇന്ന് മുതൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ ഞാൻ വരുമ്പോൾ ഞാൻ ചോദിക്കും. താങ്ക് യു. നല്ല ക്ലാസ് മോർ എഫക്റ്റീവ് ആയിരുന്നു സാർ. ഓക്കെ മാം, താങ്ക് യു. സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. നമ്മൾ ഇന്ന് മുതൽ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയല്ലേ? നമ്മൾ ഓൾറെഡി മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ ഞാനിപ്പം പറഞ്ഞ കുറച്ച് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്. അത് ഏത് സിറ്റുവേഷനിൽ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം കിട്ടുന്ന സമയത്ത്, കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കും ഇന്ന് മുതൽ. നമുക്ക് വേണ്ടിയിട്ടാണ്. സോ നമ്മളത് മാറ്റി വെച്ചേ പറ്റുള്ളൂ. നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ഒരു മെഡിറ്റേഷൻ നമ്മൾ ഇന്ന് മുതൽ ചെയ്യാൻ തുടങ്ങുകയാണ്. നെക്സ്റ്റ് സെഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇനി എല്ലാ സെഷനിലും നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ?
നമ്മൾ മോർണിംഗ് സെഷൻ ഓരോ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും പറയുന്നത്, സംസാരിക്കുന്നുണ്ടാകാം. ആ ടോപ്പിക് ഒക്കെ സംസാരിക്കുന്നത് നമ്മളെ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സെഷൻ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. റെക്കോർഡ് സെഷൻ ഉണ്ടാവും കേട്ടോ, റെക്കോർഡ് സെഷൻ അയച്ചു. സോ നിങ്ങൾ എല്ലാ സെഷനും ഉണ്ടാവണം. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കും നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ കാര്യമൊക്കെ ചെയ്യാറുണ്ടോ എന്നുള്ളത്. സോ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് അത് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സെഷൻ. വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.